ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്രകാരമാണ്. അവ നമ്മെ വിരട്ടുന്ന പാപങ്ങളാണ്. ആ പാപം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്നത് വലിയ അനർത്ഥം. പക്ഷെ ഇങ്ങനെയുള്ള പാപങ്ങളെപ്പോലും കൂസാത്ത വ്യക്തികളെ, യാതൊരു കൂസലുമില്ലാതെ ആ പാപപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. അത് വലിയ അപകടം വരുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം എടുക്കുമ്പോൾ ഒരു ബൈബിൾ കഥാപാത്രത്തെ കാണാൻ പറ്റും, സെന്നക്കെരിബ്. അവന് ചെയ്തത് ദൈവദൂഷണം. ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ വിരട്ടുന്ന ഒരു പാപമാണ്. ആ പാപം നമ്മൾ ചെയ്താൽ തലപോകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും കൂസാതെ, ഒരു കൂസലമില്ലാതെ ആ ഒരു പാപപ്രവർത്തിക്കും തയ്യാറായ വ്യക്തിയാണ് സെന്നക്കെരിബ്. അവൻ പറഞ്ഞു, നിങ്ങളെ ആരെയും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദൈവവും, നിങ്ങളുടെ ദൈവം അതിന് ശക്തിയുള്ള ദൈവമൊന്നും അല്ല, ഒരു ദൈവവും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് കിടക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ അഹങ്കാരപൂർവ്വം സംസാരിച്ച ഒരു വ്യക്തിയാണ് സെന്നക്കെരിബ്. എന്താണ് അവന് സംഭവിച്ചത്? അവൻ്റെ തന്നെ മക്കൾ അവൻ്റെ തല വെട്ടി മാറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില പാപങ്ങൾ വിരട്ടുന്ന പാപങ്ങളാണ്. എന്നിട്ടും അത് കൂസാത്ത വ്യക്തികളെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പങ്കുവച്ച് കാണിച്ച ഒരു കാര്യം അവളുടെ അമ്മ പറഞ്ഞാണ്. ഒരു ദിവസം അവൾ ബൈബിൾ എടുത്തെറിഞ്ഞു. നമുക്കറിയാലോ, യോഹന്നാൻ 1:1 വായിച്ചാൽ വചനം ദൈവമാണ്. ബൈബിളിനകത്തുള്ളത് എന്താ? ദൈവവചനം. ദൈവവചനം ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവം തന്നെയാണ്. ആ ബൈബിൾ എടുത്തൊരു ഒറ്റ ഏറ്. എന്നിട്ട് അവിടെ കരി തീരാഞ്ഞിട്ട് പോയി അവൾ ആ ബൈബിളിൽ നിന്നും കുറച്ച് താളുകൾ വലിച്ചു കയറി കളഞ്ഞു. വിരട്ടുന്ന പാപം ഒരു കൂസലുമില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവൾ മാറി. പക്ഷെ ഒരു മനുഷ്യൻ്റെ കാര്യം, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിച്ചു. അവർ യാത്ര ചെയ്തപ്പോൾ ഒരു വാഹനാപകടം ഉണ്ടായിട്ട് ഭാര്യ ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. ഈ മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം, ഒരു കുരിശുരൂപം വീട്ടിലുണ്ടായിരുന്നു, ആരോ കൊടുത്ത നല്ലൊരു കുരിശുരൂപം, അതെടുത്ത് നിലത്ത് അടിച്ച് ഒടിച്ചു കളഞ്ഞു. പുള്ളി പറഞ്ഞത്, എനിക്ക് ദൈവം വേണ്ട, കാരണം ഇങ്ങനെ എന്നോട് പെരുമാറിയ ഒരു ദൈവം സ്നേഹമൊന്നുമല്ല, എനിക്ക് ആ ദൈവത്തെ വേണ്ട. ഇതുപോലെ കൂസാത്ത വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. ചിലർ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, ചിലർ അഹങ്കാരത്തള്ളലിൽ അങ്ങനെ ചെയ്തു പോകുന്നത് കാണാൻ പറ്റും. കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്, പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ച്. എന്താണ് പാപം? കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1849 50 1849 1850 അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ തെറ്റ്, അതാണ് പാപം. യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ തെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പോകുന്നത് അത് പാപമാണ്. വീണ്ടും, വസ്തുക്കളോടുള്ള ക്രമരഹിത സ്നേഹം മൂലം ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിക്കാതിരിക്കുന്നത്. ഇവിടെ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കണം, വസ്തുക്കളോ ഉപയോഗിക്കാൻ പഠിക്കണം. ഇനി ക്രമരഹിതമായ ഒരു ഇഷ്ടം, ഒരു സ്നേഹം വസ്തുക്കളോടുണ്ടായാൽ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, സനാതന നിയമത്തിനെതിരായ വാക്ക്, പ്രവൃത്തി, ആഗ്രഹം, ഇതെല്ലാം പാപമാണ്. സനാതന നിയമം ദൈവം നൽകിയിട്ടുണ്ട്, അതിനെതിരായിട്ടുള്ള വാക്ക്, പ്രവൃത്തി, ആഗ്രഹങ്ങൾ. വീണ്ടും പറയാണ്, ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ് പാപം. ദൈവത്തെ നിന്ദിക്കുന്ന സ്വയം സ്നേഹമാണ് പാപം. ഇതെല്ലാമാണ് ഈ 2 പാരഗ്രാഫ് വായിക്കുമ്പോൾ പാപവുമായി ബന്ധപ്പെടുത്തി സഭ നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു കാര്യം വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 2ാമത്തെ കാര്യം ഇതാണ്, പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിക്കുന്നു. വചനം പഠിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി 4-ാം അധ്യായം 7ാമത്തെ വചനം എടുക്കുമ്പോൾ കായനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, പാപം നിന്റെ വാതിക്കൽ, പടിവാതിക്കൽ പതിയിരിക്കുന്നു, അത് നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ട്, നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിനക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. അതാണ് ഈ വചനഭാഗം പറയുക. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിക്കുന്നു, നിന്നിൽ താല്പര്യവും വെച്ചിരിക്കുന്നു. നല്ലത് ചെയ്താൽ നീ സ്വീകാര്യനാകും, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് വരാവുന്നത് ഈ കാര്യമാണെന്ന്. റോമാലേഖനം 6:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ പാപത്തിൻ്റെ അടിമയാകാൻ പറ്റും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടിമയാകാൻ പറ്റും. ഏത് വേണം? നിന്റെ തീരുമാനം. റോമ 8:13 പറഞ്ഞിട്ടുണ്ട്, അതിന് ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. വേണമെങ്കിൽ പാപത്തിൻ്റെ അടിമയായി ജഡികരായി ജീവിക്കാം, പക്ഷെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർക്കാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം,
ഈ പാപത്തിനൊരു സ്വഭാവമുണ്ട്, വിരട്ടുന്ന സ്വഭാവം. പാപം നമ്മെ വിരട്ടും. നമ്മൾ പാപത്തെ പിഴുതെറിയാൻ നോക്കുമ്പോൾ, അതല്ലെങ്കിൽ പാപത്തെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ ഈ വിരട്ടൽ പാപത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1851 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. യേശു പാപത്തെ കീഴ്പ്പെടുത്താൻ ഒരുങ്ങിയപ്പോൾ അവന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അവനെ പലരും തെറ്റിദ്ധരിച്ചു, അവനെ ഒറ്റപ്പെടുത്തി, അങ്ങനെ അവൻ്റെ താടിമീശ പറിച്ചു, അവൻ്റെ മുഖത്ത് കാർപ്പിച്ചു തുപ്പി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവന് നേരിടേണ്ടി വന്നത്. അത് പാപത്തിൻ്റെ ഒരു അക്രമ സ്വഭാവം എടുത്തു കാണിക്കുന്ന കാര്യം. ഇതാണ് ശരിക്കും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1851 പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇത് ചിലരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രേമക്കാർ എങ്ങാനും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പോവാണ്, എനിക്കിത് തുടരാൻ താല്പര്യമില്ല എന്നൊരു യുവതി പറഞ്ഞപ്പോൾ അവളെ പ്രേമിച്ചിരുന്നവൻ പറഞ്ഞത്, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് ഞാൻ ചാവും. ഞാൻ മാത്രമായിട്ട് അങ്ങനെ ഇല്ലാതാവുകയല്ല, നിന്നെ കൊന്നിട്ടേ ഞാൻ ചാകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് വിരട്ടുന്ന വ്യക്തികളെ അതിനകത്തൊന്നും കീഴ്പ്പെടാതിരിക്കുകയാണെങ്കിൽ അവർ ഇട്ടേച്ച് പോകും. ഇത് തന്നെയാണ് സാത്താനും ചെയ്യുക. ശരിക്കും നമ്മൾ സാത്താനെ ചെറുത്ത് നിൽക്കാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മളിൽ നിന്നും ഓടിയകലും. പാപത്തെ നമുക്ക് മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാനും പാപം ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നോമ്പുകാലത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പാപം വർജിക്കുക. രണ്ടാമത്തേതാണ് പുണ്യങ്ങൾ അഭ്യസിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പാപം എന്താണ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പാപം വർജിക്കാനുള്ളൊരു ചിന്ത വരും. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 32:1 മുതൽ വായിക്കുമ്പോൾ പാപം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ഞാൻ എല്ലും തോലുമായി മാറി. പാപം ഏറ്റുപറയും എന്ന് ചിന്തിച്ചപ്പോഴേ ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ മേൽ ഒഴുകി വന്നു. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പാപം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും, ജീവൻ പോലും അപഹരിക്കും. റോമ 6:23 വായിച്ചാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അതുകൊണ്ടാണ് പറഞ്ഞത്, സിൻ ഈസ് പോയിസൺ. പാപം എന്ന് പറയുന്നത് വിഷമാണ്. ആരോഗ്യം നശിപ്പിക്കാനും ജീവൻ അപഹരിക്കാനും ശക്തിയുള്ളതാണ് പാപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, എസെക്കിയേൽ 36:25 മുതൽ വായിക്കുമ്പോൾ പാപം നമ്മുടെ ഹൃദയം കഠിനമാക്കും. ഇതാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ ശുദ്ധജലം തളിച്ച് ശിലാഹൃദയം മാറ്റി നിങ്ങൾക്ക് ഞാൻ മാംസള ഹൃദയം തരാം. വിലാപങ്ങൾ 1:14 പറയുന്നുണ്ട്, പാപം നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കും. കർത്താവ് പാപങ്ങളെല്ലാം കൂടി എടുത്ത് ഒരു നുകമാക്കി ഇസ്രായേലിൻ്റെ കഴുത്തിൽ വെച്ച് കെട്ടിയതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വിരട്ടുന്ന പാപം അത് ചെയ്യാൻ നമ്മൾ ഭയപ്പെടും. അങ്ങനെ പാപം ഒഴിവാക്കി പുണ്യങ്ങൾ അഭ്യസിച്ച് ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.